നമസ്കാരം. ദി ആർട്ട് ഓഫ് നിഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ദീപാവലി ആശംസകൾ. ദീപാവലി പ്രമാണിച്ച് ഇന്ന് രാമന്റെയും സീതയുടെയും ചിത്രമാണ് വരയ്ക്കുന്നത്. അതിൻ്റെ സ്കെച്ചിങ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ശ്രീരാമൻ രാവണ യുദ്ധശേഷം അയോധ്യയിൽ തിരിച്ചെത്തിയ ദിവസമായിട്ടാണ് വടക്കേ ഇന്ത്യയിൽ ദീപാവലി ആഘോഷിക്കുന്നത്. അതിനാലാണ് രാമന്റെയും സീതയുടെയും ചിത്രം വരയ്ക്കാമെന്ന് വിചാരിച്ചത്. ദീപാലങ്കാരങ്ങൾ കൊണ്ട് ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ദീപാവലി. തുലാം മാസത്തിലെ അമാവാസി ദിവസമാണ് ദീപാവലി ആഘോഷിച്ചു വരുന്നത്. 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന്റെ അവസാന ദിവസമാണ് ദീപാവലിയായി ആഘോഷിക്കുന്നത്. ദീപങ്ങളുടെ ഉത്സവമായ ഇത് ഹിന്ദു, ജൈന, സിഖ് മതവിശ്വാസികൾ വിളക്കുകൾ തെളിച്ചും വർണ്ണമനോഹരമായ പടക്കങ്ങളും ആഘോഷിക്കുന്നു. കൂടാതെ മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തും സമ്മാനങ്ങൾ നൽകിയും ദീപാവലി ആഘോഷിക്കപ്പെടുന്നു. തമസോമ ജ്യോതിർഗമയ എന്ന വേദവാക്യമാണ് ദീപാവലിയുടെ സന്ദേശം എന്നാണ് പറയപ്പെടുന്നത്. ഇരുളിന്റെ മേൽ വെളിച്ചത്തിന് ഉള്ള പ്രാധാന്യം അഥവാ തിന്മയ്ക്ക് മേൽ നന്മയുടെ വിജയമാണ് ഈ ഉത്സവത്തിന്റെ സന്ദേശം. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ ഉത്സവം ആഘോഷിക്കപ്പെടുന്നുണ്ട്. ദീപാവലിക്ക് പല ഐതിഹ്യങ്ങളുമുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടവ ഇതെല്ലാമാണ്. ഹൈന്ദവ വിശ്വാസപ്രകാരം പാലാഴിയിൽ നിന്നുള്ള മഹാലക്ഷ്മിയുടെ അവതാര ദിവസമായി ദീപാവലി കണക്കാക്കപ്പെടുന്നു. സാമ്പത്തിക ഉയർച്ച ഉണ്ടാവാൻ ഭക്തർ, പ്രത്യേകിച്ച് വ്യാപാരികളും ബിസിനസ്സുകാരും വീടുകളിലും സ്ഥാപനങ്ങളിലും സമ്പത്തിന്റെ ഭക്തയായ ധനലക്ഷ്മിയെ പൂജിക്കുന്ന സമയമാണ് ദീപാവലി. അതിന് ലക്ഷ്മി പൂജ എന്ന പേരിലും ദീപാവലി ആഘോഷിക്കപ്പെടുന്നു. ബംഗാളിൽ ദീപാവലി കാളി പൂജയായി ആഘോഷിക്കപ്പെടുന്നു. അമാവാസി ദിവസം കൂടിയായ ദീപാവലി ഭദ്രകാളി പ്രധാനമാണ് എന്നാണ് വിശ്വാസം. ആരോഗ്യത്തിന്റെയും ഔഷധത്തിന്റെയും മൂർത്തിയായ ഭഗവാൻ ധന്വന്തരി അമൃത കലശവുമായി അവതരിച്ച ദിവസമായ ധനത്രയോദശി ആണ് 5 ദിവസം നീണ്ടു നിൽക്കുന്ന ദീപാവലി ആഘോഷത്തിന്റെ തുടക്കം കുറിക്കുന്നത്. വടക്കേ ഇന്ത്യയിൽ ശ്രീരാമൻ രാവണ യുദ്ധശേഷം അയോധ്യയിൽ തിരിച്ചെത്തിയ ദിവസമായും ആചരിക്കുന്നു. കേരളത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ചതിന്റെ സ്മരണയ്ക്കായും മഹാലക്ഷ്മിയുടെ അവതാരമായ ദിവസമായും ദീപാവലി ആഘോഷിക്കപ്പെടുന്നു. അതിനാൽ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലും ഭഗവതി ക്ഷേത്രങ്ങളിലും ഈ ദിവസം വിശേഷമാണ്. ദീപാവലി ദിവസം ഗുരുവായൂർ, അമ്പലപ്പുഴ, ചോറ്റാനിക്കര, ആറ്റുകാൽ, കൊല്ലൂർ, മൂകാംബിക തുടങ്ങിയ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ ദർശനത്തിന് വളരെയധികം തിരക്ക് അനുഭവപ്പെടുന്നു. ഭഗവതി ക്ഷേത്രങ്ങളിൽ ഈ ദിവസം ദേവിയെ സമ്പത്തിന്റെ ഭഗവതിയായ ധനലക്ഷ്മി ഭാവത്തിൽ ഈ ഉത്സവാഘോഷത്തിനെ കുറിച്ച് പല ഐതിഹ്യങ്ങളുമുണ്ട്. ഐതിഹ്യത്തിന് പ്രാദേശിക ഭേദമുണ്ട്. ഉത്തരേന്ത്യയിൽ ദീപാവലി ആഘോഷം 5 നാളുകൾ നീണ്ടുവെങ്കിൽ ദക്ഷിണേന്ത്യയിൽ ദീപാവലി ആഘോഷം പ്രധാനമായും 1 ദിവസം മാത്രമേയുള്ളൂ. ഈ 5 നാളുകൾക്കും വിവിധ ഐതിഹ്യങ്ങളാണ് ഉള്ളത്. ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ചതിൻ്റെ ആഘോഷം ഇതാണ് കേരളത്തിൽ പ്രധാനം. നരക ചതുർദശി കാർത്തിക മാസത്തിലെ 14-ാം ദിവസമാണ് ആഘോഷിക്കുന്നത്. നരകാസുരനെ കൊന്ന് വിജയാഘോഷത്തിൽ അസുരന്റെ രക്തം മുഖത്ത് തേച്ച ശ്രീകൃഷ്ണൻ അതിരാവിലെ വീട്ടിലെത്തി എണ്ണ തേച്ചു കുളിച്ചു വൃത്തിയാക്കി. ഇതിന്റെ ഓർമ്മയ്ക്കായി നരക ചതുർദശി ദിനത്തിൽ സൂര്യനുദിക്കും മുമ്പ് കുളിക്കുന്ന ആചാരം ഉത്തരേന്ത്യയിലുണ്ട്. അതിനാൽ തിരുപ്പതി, ഗുരുവായൂർ, അമ്പലപ്പുഴ, ആറന്മുള, തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രം, തൃപ്പൂണിത്തറ പൂർണ്ണത്രയീശ ക്ഷേത്രം അടക്കമുള്ള തെക്കേ ഇന്ത്യയിലെ വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ഈ ദിവസം അതിവിശേഷമാണ്.
മഹാലക്ഷ്മി അവതാര ദിവസമായും ദീപാവലി ആഘോഷിക്കപ്പെടുന്നു. പാലാഴിയിൽ നിന്നും ലക്ഷ്മി ദേവി അവതരിക്കുകയും മഹാവിഷ്ണുവിനെ പതിയായി സ്വീകരിക്കുകയും ചെയ്ത ദിവസമാണ് എന്ന വിശ്വാസമുണ്ട്. അന്ന് സാമ്പത്തിക ഉയർച്ചയ്ക്കും ഐശ്വര്യവർദ്ധനവിനുമായി ഭക്തർ വീടുകളിലും കച്ചവട സ്ഥാപനങ്ങളിലും ക്ഷേത്രങ്ങളിലും മഹാലക്ഷ്മിയെയും ഗണപതി ഭഗവാനെയും ആരാധിക്കുന്നു. ധനലക്ഷ്മി പൂജയാണ് ഇതിന്റെ തുടക്കം. കനകധാരാ സ്തോത്രം, മഹാലക്ഷ്മി അഷ്ടകം മുതലായവ ചൊല്ലുന്നു. വടക്കേ ഇന്ത്യയിൽ ഇത് പ്രധാനമാണ്. ചോറ്റാനിക്കര പോലെയുള്ള ഭഗവതി ക്ഷേത്രങ്ങളിൽ ഈ ദിവസം പ്രധാനമാണ്. മഹാലക്ഷ്മിയെ ആരാധിക്കുന്നതിനോടൊപ്പം തടസ്സങ്ങൾ അകലാൻ ആദ്യം ഗണപതി പൂജയും പ്രധാനമാണ്. ഗണപതി ക്ഷേത്രങ്ങളിൽ ലക്ഷ്മി ഗണപതി എന്ന പ്രത്യേക സങ്കല്പത്തിൽ ആരാധിക്കുന്നു. ഒഡീഷ, വെസ്റ്റ് ബംഗാൾ, ആസാം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ദീപാവലി ഭദ്രകാളി ഭഗവതിക്ക് പ്രാധാന്യം കൊടുത്ത് ആഘോഷിക്കുന്നു. കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിലും ഭഗവതി ക്ഷേത്രങ്ങളിലും ദീപാവലി ദിവസത്തെ ദർശനം പ്രധാനമാണ്. അമാവാസി ദിവസമായ ദീപാവലി ഭദ്രകാളി, ദുർഗ അഥവാ ഭഗവതിക്ക് പ്രധാനമാണ് എന്നാണ് വിശ്വാസം. അതിനാൽ ഭഗവതി ക്ഷേത്രങ്ങളിൽ ഇത് പ്രധാനമാണ്. ശ്രീരാമൻ 14 വർഷത്തെ വനവാസത്തിന് ശേഷം സീതാസമേതനായി അയോധ്യയിൽ തിരിച്ചെത്തിയത് ഒരു ദീപാവലി ദിവസമാണ് എന്ന് ഐതിഹ്യം. വടക്കേ ഇന്ത്യയിലാണ് ഈ വിശ്വാസം കൂടുതലായി കാണപ്പെടുന്നത്. കേരളത്തിൽ തൃപ്രയാർ അടക്കമുള്ള ശ്രീരാമക്ഷേത്രങ്ങളിൽ ഇത് പ്രധാന ദിവസമായി കണക്കാക്കപ്പെടുന്നു. ആരോഗ്യത്തിന്റെയും ആയുസ്സിന്റെയും ഔഷധത്തിന്റെയും മൂർത്തിയായ ഭഗവാൻ ധന്വന്തരി അമൃത കലശവുമായി അവതരിച്ച ദിവസമായ ധനത്രയോദശി ആണ് ദീപാവലി ആഘോഷത്തിന്റെ തുടക്കം. ചേർത്തലയിലെ മരുത്തോർ വട്ടം, തൃശൂർ നെല്ലുവായ്, എറണാകുളം ജില്ലയിലെ തോട്ടുവ, മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കൽ തുടങ്ങിയ ധന്വന്തരി ക്ഷേത്രങ്ങളിൽ ഈ ദിവസം വിശേഷമാണ്. ജൈനമത വിശ്വാസപ്രകാരം മഹാവീരൻ നിർവ്വാണം പ്രാപിച്ചതിനെ അനുസ്മരിക്കാനായി ദീപാവലി ആഘോഷിക്കുന്നു. മരണത്തിന് മേൽ ഇച്ഛാശക്തി നേടുന്ന വിജയത്തിന്റെ ദിനമായി ഈ ദിവസം ആഘോഷിക്കുന്നു. ഹിമ എന്ന രാജാവിന്റെ പുത്രനെ മരണവിധിയിൽ നിന്നും അദ്ദേഹത്തെ ഭാര്യ രക്ഷപ്പെടുത്തിയ ദിവസമാണ് ഇന്ന്. രാജകുമാരൻ വിവാഹത്തിന്റെ 4ാം ദിവസം പാമ്പ് കടിയേറ്റ് മരിക്കുമെന്ന് ജാതകത്തിൽ പറയുന്നു. രാജകുമാരന്റെ വിവാഹത്തിന്റെ 4ാം രാത്രിയിൽ അദ്ദേഹത്തിന്റെ ഭാര്യ വീട്ടിൽ മുഴുവൻ വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചു. ആഭരണങ്ങളുടെയും നാണയങ്ങളുടെയും കൂമ്പാരം വീട്ടിലെ വാതിലുകളുടെ മുന്നിൽ നിരത്തി. ഒരു പാമ്പിന്റെ രൂപത്തിലെത്തിയ യമദേവന് വീട്ടിലെ പ്രഭാപൂരത്തിൽ കണ്ണ് മഞ്ഞളിച്ച് അകത്തേക്ക് കടക്കാനായില്ല. അന്ന് രാത്രി മുഴുവൻ രാജകുമാരി പറഞ്ഞ കഥകൾ കേട്ട് പാമ്പ് പിറ്റേന്ന് തിരിച്ചു പോയെന്നാണ് ഒരു ഐതിഹ്യമുള്ളത്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ചിത്രകല ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യണം. നിങ്ങൾ നൽകുന്ന ഓരോ ലൈക്കും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്താൻ സഹായിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.